ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 94 നാലാം ദശകം പഠിക്കാം. ഈ ദശകത്തിന് തത്വജ്ഞാനോൽപ്പത്തി എന്നാണ് നാരായണീയത്തിൻ്റെ വനമാല വ്യാഖ്യാനത്തിലെ അതിൻ്റെ ശീർഷകം കൊടുത്തിരിക്കുന്നത്. ശുദ്ധ നിഷ്കാമധർമ്മൈ പ്രവരഗുരുഗിരാ തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദിവ്യവഗതം അഖിലവ്യാപ്തമാവേദയന്തേ നാനാത്വസ്ഥൗല്യകാർഷ്യാദിതു ഗുണജവപുസ്സംഗതോധ്യാസിതം തേ വന്യർദാരുപ്രഭേദേഷ്വിവ മഹദണുതാ ദീപ്തതാ ശാന്തതാദി. നിഷ്കാമധർമ്മൈ എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ, കാമം കൂടാതെയുള്ള ധർമ്മ പ്രവൃത്തി. അതുകൊണ്ട് ശുദ്ധാഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായിട്ട്, മനഃശുദ്ധിക്ക് വേണ്ടിയാണ് ഈ നിഷ്കാമകർമ്മം പറഞ്ഞിട്ടുള്ളത്. മനഃശുദ്ധിയാണ് ഭക്തിയിലേക്കും ഭഗവത് പ്രാപ്തിയിലേക്കൊക്കെ നയിക്കുന്നത്. അങ്ങനെ ശുദ്ധന്മാരായിട്ട്, പിന്നെ പ്രവര ഗുരുഗിര, ശ്രേഷ്ഠരായ ഗുരുവിൻ്റെ ഉപദേശങ്ങളാലും വാക്കുകളാലും തത്സ്വരൂപം ആ ഭഗവത് സ്വരൂപം എങ്ങനത്തെയുള്ളതാണ്? പരം ശ്രേഷ്ഠമായ ആ തേ നിൻ്റെ സ്വരൂപം ശുദ്ധം ആയിട്ടുള്ളത്. ദേഹേന്ദ്രിയാദിവ്യവഗതം, ദേഹം ഇന്ദ്രിയം തുടങ്ങിയവകളെ അല്ലാത്തത്, അതിനപ്പുറമുള്ളത്. വിഭഗതം എന്ന് പറഞ്ഞാൽ അത് മാറി അതിനപ്പുറമുള്ളത്. അഖിലവ്യാപ്തം, അത് ഈ ഭഗവാന്റെ നിഷ്കള ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രത്യേക രൂപത്തിലുള്ള ഭാവമല്ല, ഈശ്വരൻ്റെ നിഷ്കള സ്വരൂപം, അതിനെക്കുറിച്ചാണ് വ്യാപ്തം. ആ വേദയന്തേ, ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ രൂപമായിട്ടൊക്കെ പറയുന്നല്ലോ, അതാണ് ഇനിയും പറയുന്നത്. നാനാത്വ സ്ഥൗല്യം, പല രൂപത്തിലങ്ങ് അറിയുന്നുണ്ടല്ലോ. സ്ഥൗല്യം സ്ഥൂലഭാവത്തിലും, കാർശ്യം തീരെ വലിപ്പമില്ലാത്ത രൂപത്തിലും, പിന്നെ ഗുണജ വപുസ്സംഗത, അത് ആദ്യം എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ ഗുണജ വപുസ്സംഗത ആണ്. ഗുണം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുണ്ട്, ഈ സത്വരജസ്തമോ ഗുണങ്ങൾ. ആ അവകളോടുകൂടിയ ശരീരം വപുസ് സംഗത, അതുമായിട്ട് ചേർന്ന് അധ്യാസിതമാണ്. അധ്യാസിതം എന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെടുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ഭഗവാന്റെ ഒരു മായയായിട്ടാണ്, അത് നിൻ്റെ രൂപമായിട്ടത് അധ്യാസിതം, അത് നിൻ്റെ രൂപമായിട്ട് കണക്കാക്കുന്നു അത്രയേ ഉള്ളൂ, ശരിക്കുള്ളതല്ല എന്നർത്ഥം. വന്യർ ദാരുപ്രഭേദേഷ്വിവ എന്നാണ് അതിനൊരു ഉദാഹരണം പറയുന്നത്. അഗ്നിക്ക് അതൊരു ചെറിയ ഒരു തടിയിലാണ് അത് വരുന്നതെങ്കിൽ നമുക്ക് അത് കാണുന്ന ഒരു കുട്ടിക്ക് തോന്നും അഗ്നി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ് എന്ന് തോന്നും. അതേസമയം വലിയ ഒരു മരമാണ്. ഒരു കാട്ടുതീ കാണുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. അഗ്നി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വേറൊരു ഭാവമാണ്. അതാണ് മഹദ് അണുതാ ദീപ്തത, മഹത്തായിട്ട്, അണുത ചെറുതായിട്ട്, ദീപ്തത വലിയ പ്രകാശം, പിന്നെ ശാന്തത ചെറിയ പ്രകാശമില്ലാത്ത അഗ്നി വെക്കുമല്ലോ, അങ്ങനെ തുടങ്ങിയ രീതിയിൽ അത് ആരോപിക്കപ്പെടുന്നതാണ്. അത് ശരിക്കുള്ള ഈശ്വര സ്വഭാവത്തിന് അങ്ങനെ വ്യത്യാസമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. രൂപവുമില്ല, സകല രൂപത്തിൽ മാത്രമേ ഈശ്വരൻ അങ്ങനെ ആ വ്യത്യാസമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. ആചാര്യാഖ്യാധരസ്ഥാരണി സമനുമിള ശിഷ്യരൂപോത്തരാരണ്യ ആവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധജ്ഞന ദഹ്യമാനേ കർമാളീവസനാതത്കൃത തനു ഭുവനഭ്രാന്തി കാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഹിനീ ച വിരതേ ത്വന്മയീ ഖല്വവസ്ഥ. ആ ഭഗവാന്റെ ആ രൂപം എങ്ങനെ അത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അത് അരണി ആണ്, കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുന്നത്. 2 തടി കൃഷ്ണമാണ് അരണി എന്ന് പറയുന്നത്. പെട്ടെന്ന് അഗ്നി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ കാതലാണ്. അത് ഉരസുമ്പോഴാണ് അഗ്നി എടുക്കുന്നത്. ഈ യജ്ഞത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ അഗ്നി എടുക്കുന്ന രീതിയാണ് ഉള്ളത്. അത് ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ സ്പർശം നല്ല ശക്തിയായിട്ട് അതാണ് ആചാര്യാഖ്യ അധരസ്ഥാരണി, താഴെയുള്ളത്. പിന്നെ അതിനോട് ചേർന്ന സമന്വയത്ത് ആയിരുന്നു ശിഷ്യരൂപം ഉത്തരാരണ്യം, മുകളിൽ. ഉത്തരം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് ശിഷ്യൻ. ഇതിൻ്റെ ആവേദം, ഇത്
ശക്തിയായിട്ടുള്ള മർദ്ദം കൊണ്ട് ഉദ്ഭാസം ഉണ്ടാകുന്ന സ്ഫുടതര പരിബോധാഗ്നി. അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിയാണ് പരിബോധം, അറിവ്. അതിൽ ദഹിക്കുമ്പോൾ ഏതാണ്? കർമ്മവാസനകൾ. അളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടം, വാസന. അതുമാത്രമല്ല തത്കൃത, അതിൽ നിന്നുണ്ടാകുന്ന തനുഭുവനഭ്രാന്തി, ശരീരം, പ്രപഞ്ചം തുടങ്ങിയ ഭ്രാന്തി. കാന്താരം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി, വനം, വലിയ വനം ആകുന്ന ഈ ഭ്രാന്തി, അത് ദഹ്യമാനെന്ന് പറഞ്ഞ് ദഹിക്കുമ്പോൾ, ദഹിച്ചു കഴിയുമ്പോഴേ നമ്മൾ ആ ഈശ്വരൻ്റെ ഭാവം മനസ്സിലാവത്തുള്ളൂ. ആ ഗുരുവിൻ്റെ ഉപദേശം മൂലം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള തോന്നൽ ദഹിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു. പിന്നീട് ദാഹ്യാഭാവേന, പിന്നീടൊന്നും ദഹിക്കാനില്ല, എല്ലാ പ്രപഞ്ചഭാവവും ഈ അറിവ് കൊണ്ട് ദഹിച്ച്. ദാഹ്യാഭാവേന എന്ന് പറഞ്ഞാൽ പിന്നീടൊന്നും ദഹിക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോഴും വിദ്യാശിഹിനിജ വിരതേ, അങ്ങനെ ഒരാളിനും ആ ഭഗവത് പ്രാപ്തി വരുന്നില്ല. അങ്ങനെയുള്ള ആളിന് ആ ജ്ഞാനത്തിൻ്റെ ഭാവത്തിലേ ആൾ നിൽക്കുന്നുള്ളൂ. ആ ജ്ഞാനവും മാറണം. ആ ഭഗവാനിലേക്ക് ലയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശരിക്കുള്ള ഭാവം അറിയണമെങ്കിൽ വിദ്യയാകുന്ന അഗ്നിയും വിരതമാകും പോകുമ്പോൾ ത്വന്മയീ ഖല്ലോവസ്ഥ, ആ അവസ്ഥയാണ് ത്വന്മയി. ആ ഭഗവാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ വിദ്യയും മാറിക്കഴിയുമ്പോഴുള്ള അവസ്ഥയാണ്. ഏവം ത്വത്പ്രാപ്തി ത്വന്യോ നഹി ഖലു നിഖിലക്ലേശഹാനേരുപായോ നൈകാന്താത്യന്തികസ്തേ കൃഷിവദഗദ ഷഡ്കർമ്മയോഗാഃ ദുർവൈകല്യൈരകല്യാപി നിഗമവധാസ്തൽഫലാന്യപ്യവപ്താം മത്താസ്ത്വാം വിസ്മരന്തഃ പ്രസജതി പതനേ അന്ത്യനന്ദൻഷാദൻ. ഏവം ഇപ്രകാരം ത്വൽപ്രാപ്തിതഃ, ആ നിന്നെ മനസ്സിലാക്കുന്നതിൽ അതല്ലാതെ നഹിഖലു നിഖിലക്ലേശഹാനി, അങ്ങനെ ഈ ലൗകിക ക്ലേശം, നിഖിലക്ലേശത്തിന് ഉപായം, ക്ലേശത്തിൻ്റെ ഹാനി അതില്ലാതാക്കാൻ ആ ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനിൽ ഭക്തി മൂലം ലയിക്കുക, ഇതുകൊണ്ടൊക്കെ ഒക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് ന ഏകാന്ത ആത്യന്തികാഹ തേ അഗത ഷഡ്ഗുണ്യ ഷഡ്കർമ്മയോഗാഹ എന്നാണ്. തേ പ്രസിദ്ധങ്ങളായ അഗത ഷഡ്കർമ്മ ഷാഡ്ഗുണ്യ യോഗങ്ങൾ എന്നാണ്. 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അഗതം എന്ന് പറഞ്ഞാൽ നിവാരണങ്ങളാണ്. ഗതം എന്ന് പറഞ്ഞ രോഗം ഇല്ലാതാക്കുന്നതിനുള്ള കാര്യങ്ങൾ. ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് സന്ധി, വിഗ്രഹം, യാനം, ആസനം, വിധിഭാവം, ആശ്രയം എന്ന ഷഡ്ഗുണങ്ങൾ. ഷഡ്കർമ്മങ്ങൾ യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം, അങ്ങനെ കർമ്മങ്ങൾ പറയുന്നുണ്ട്. പിന്നെ യോഗം അഷ്ടാംഗ യോഗമാണ്, 8 യമനിയമങ്ങൾ തുടങ്ങിയ യോഗങ്ങൾ. ഇവ നൈകാന്ത ആത്യന്തികാഹ, അത് ഏകാന്തങ്ങളും ആത്യന്തികങ്ങളും അല്ല. ദുഃഖം മാറ്റുന്നവകൾ, പിന്നീട് ഒരിക്കലും വരാത്തത്, അതാണ് ആത്യന്തികം. അങ്ങനെയുള്ള ആ വസ്തുക്കൾ അല്ല ഇവ ആത്യന്തികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തെ പൂർണ്ണമായിട്ട് മാറ്റുന്നതല്ല. ദുഃഖം ഇനിയും വരാതിരിക്കാനും നമുക്ക് പ്രയോജനപ്പെടുന്നവയല്ല ഈ പറഞ്ഞതൊക്കെ. ഇത് എല്ലാം ഓരോ കാലത്ത് അത് നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ദുഃഖം മാറ്റുന്നവയാണ്. അതും പൂർണ്ണമായിട്ട് മാറത്തില്ല. അതാണ് കൃഷിവത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. കൃഷിയുടെ കാര്യം അത് ഏകാന്തമല്ലല്ലോ, സമയാസമയങ്ങളിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ. ദുർവൈകല്യൈരകല്യാപി നിഗമപഥാഹ. നിഗമപഥം എന്ന് പറഞ്ഞാൽ വൈദിക മാർഗങ്ങൾ. അതിന് ദുർവൈകല്യം പോരായ്മകളാണ്. പോരായ്മകളാൽ അസമർത്ഥങ്ങളാണ്. അകല്യ എന്ന് പറഞ്ഞാൽ സമർത്ഥമല്ലാത്തവ. നിഗമ പഥങ്ങൾ, വൈദിക പഥങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി സമർത്ഥങ്ങളല്ല. ഇതിനൊന്നും തന്നെ സമർത്ഥമല്ല. നമ്മുടെ ദുഃഖം മാറാൻ പൂർണ്ണമായി സമർത്ഥമല്ല. നമുക്കതാത് സമയങ്ങളിലുള്ള പരിഹാരങ്ങളായിട്ട്, ഇപ്പം രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് പോലുള്ളതേ വരുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. തൽഫലാന്യപ്യവപ്ത, അതിൻ്റെ ഫലം ഇനി അങ്ങനെയല്ല യജ്ഞം കൊണ്ടുമൊക്കെ
നല്ല ഫലം കിട്ടിയാലെന്തോ കുഴപ്പം, അതുകൊണ്ട് തൽഫലാനി അതിൻ്റെ ഫലങ്ങളൊക്കെ അവാപ്താഹ അഭി, അവാപ്താഹ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ തന്നെ മത്താഹ, അങ്ങനെ കിട്ടുന്നവർ മത്തന്മാരായി തീരും, വലിയ അഹങ്കാരികളായിട്ട് തീരും. നമുക്ക് ദക്ഷ പ്രജാപതിയുടെയൊക്കെ കഥ അറിയാമല്ലോ. ആ അഹങ്കാരം വന്നിട്ട് ത്വാം വിസ്മരന്തഹ, ഭഗവാനെ വിസ്മരിക്കും. പ്രസജതി പതനേ, പതനത്തിൽ അധപതനത്തിൽ നീ അവിടെ അതുമായിട്ട് ചേരുകയും ചെയ്യും. യാന്തി അനന്താൻ വിഷാദാൻ, അനന്തമായ വിഷാദങ്ങളെയൊക്കെ നേടുകയും ചെയ്യും. സത്വല്ലോകാദന്യലോക കുനു ഭയരഹിതോ യത് പരാർത്ഥദ്വയന്തേതുദ്ഭീത സത്യലോകേപിന സുഖവസതി പത്മഭൂ പത്മനാഭം ഏവം ഭാവേത്വധർമാർജിത ബഹുതമസാം കാ കഥാ നാരകാണാം തന്മേ ത്വം ഛിന്ധിബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. തൊല്ലോകാതെന്ന് പറഞ്ഞാൽ നിൻ്റെ ലോകത്തിൽ നിന്ന് അന്യലോക, വേറൊരു ലോകം. കൊനു എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളത്? ഭയരഹിതമായിട്ടുള്ളത്. ഭയരഹിത ഭട്ടതിരി കൃഷ്ണനോട് പറയുകയാണ്, ആ നിൻ്റെ ഭക്തിയെ ഒഴിച്ച് വേറെ ഏത് ലോകമാണ്? വേറെ ബ്രഹ്മദേവൻ്റെയോ പരമശിവൻ്റെയോ ഒക്കെ ലോകം എന്ന് പറയുന്നത് നിൻ്റെ ഭക്തിയോടത്രയും ഭയരഹിതമല്ല എന്നാണ്. തുദ്ഭീത യത് എന്തെന്നാൽ പരാർത്ഥദ്വയന്തേ, രണ്ട് പരാർത്ഥകാലം കഴിയുമ്പോൾ, ഒരു പരാർത്ഥം എന്ന് പറയുമ്പോൾ ബ്രഹ്മദേവൻ്റെ ഒരു പകുതി 50 വയസ്സാണ്. ബ്രഹ്മദേവന് 100 വയസ്സാണെങ്കിൽ 50 വയസ്സാണ് പരാർത്ഥം. ദ്വിപരാർത്ഥം എന്ന് പറഞ്ഞാൽ 2 പരാർത്ഥം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രഹ്മദേവൻ്റെ ആയുസ് എന്നാണ്. ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു കൽപ്പമാണ് എന്ന് പറയുമല്ലോ. ആ വലിയ ഒരു കാലയളവാണ് അത് എല്ലാം. ആ ദ്വിപരാർത്ഥ അവസാനം ആകുമ്പോഴേക്ക് പരാർത്ഥദ്വയാന്തത്തിൽ ആ ബ്രഹ്മദേവൻ പോലും തുദ്ഭീത, ഭഗവാനിൽ നിന്ന് ഭീതനാണ്. കാരണം തൻ്റെ കാലം കഴിയുന്നല്ലോ എന്നുള്ള കാലത്തിൻ്റെ അങ്ങ് കാലസ്വരൂപിയാണ്. കാലത്തിലെല്ലാം ലയിക്കുമല്ലോ. സത്യലോകേപി, സത്യലോകത്തിലാണ് ബ്രഹ്മദേവൻ അല്ലേ, സത്യലോകത്തിലഭിയും സുഖവസതി പത്മഭൂഹു എന്നാണ്. അവിടെ സുഖമായിട്ട് കഴിയത്തില്ല. അങ്ങനെ അല്ലയോ പത്മനാഭ എന്നർത്ഥം. ഏവം ഭാവി, ഇങ്ങനെയുള്ളപ്പോൾ അധർമാർജിത ബഹുതമസാം, അപ്പോഴാണ് ഈ ഭൂമിയിലെ അധർമ്മം കൊണ്ട് എല്ലാം ആർജിക്കുന്നു. തമസ്, ഇരുട്ടാണ് ആർജിക്കുന്നത്. കാ കഥ നാരകാണാം, അങ്ങനെയുള്ള നാരകൻ, ആ നരകത്തിലേക്ക് പോകേണ്ടവരുടെ കഥ എന്താണ്? തന്മേ, അതുകൊണ്ട് നീ ത്വം ഛിന്തി ബന്ധം, ഈ ലൗകിക ബന്ധത്തെയൊക്കെ ഛേദിക്കണേ വരദ. കൃപണബന്ധു, കൃപണൻ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവനായ, നിങ്ങൾക്ക് അനുഭവിക്കുന്നവരുടെ ബന്ധുവായ കൃപാപൂര സിന്ധു എന്നാണ്. കൃപാപൂര സമുദ്രമായ അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ ലൗകിക ബന്ധമൊക്കെ ഛേദിച്ച് എന്നെ അങ്ങയിലേക്ക് അടുപ്പിക്കണമെന്നാണ്. യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച ഭിധാതാവതീതാവതേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയഫലരസാൻ നാപരോ നിർവ്യഥാത്മാം. ജീവൻ മുക്തൻ്റെയും അല്ലാത്ത ആളിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറയുന്നുണ്ട്. അത് 3-4 വരിയിലാണ്. യാഥാർത്ഥ്യാത്, വസ്തുതാപരമായിട്ട് ത്വന്മയസ്യൈവ ഹി, നീയായി തന്നെ തീർന്നിരിക്കുന്ന എനിക്ക്, മമ എനിക്ക്, നിന്നിൽ ലയിച്ചിരിക്കുന്ന എനിക്ക് എന്നുള്ള അർത്ഥമാണ്. മമ വസ്തുത എന്തില്ല, ബന്ധമോക്ഷവും, എനിക്ക് ബന്ധവും മോക്ഷവും യഥാർത്ഥമായിട്ടില്ല. ഞാൻ നിന്നിൽ പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് അവിടെ ലൗകിക ബന്ധവുമില്ല. പിന്നെ ബന്ധമില്ലാതെ വന്നാൽ പിന്നെ അതിൽ നിന്ന് മോചനവും ആവശ്യമില്ലല്ലോ. മായാവിദ്യാതനുഭ്യാം തവതുരചിതവും സ്വപ്നബോധോപമമാണ് ഇവ. ഈ ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് മായയുടെ എതിരാണ് വിദ്യ. ഈ 2 തത്വം കൊണ്ട് വിരചിതമാണ് ഈ ബന്ധം മോക്ഷം. മായയാണെങ്കിൽ ബന്ധമായിട്ട്, വിദ്യ കൊണ്ട് മോക്ഷം. ഇത് സ്വപ്നബോധോപമങ്ങളാണ്. സ്വപ്നവും ബോധവും പോലെ ദ്വന്ദ്ഭാവങ്ങളാണ്. നേരെ ബദ്ധയെ ജീവത് വിമുക്തിങ്കതവതി, ബദ്ധനായിട്ടിരിക്കുന്ന ഒരാൾ ജീവൻ മുക്തി ഗതവതി, ജീവൻ മുക്തിയെ പ്രാപിക്കുമ്പോൾ
അവിടെ ഇവർ തമ്മിലുള്ള ഭേദം താവതി ഇത്രത്തോളമേ ഉള്ളൂ. താവത് ഏക ഒരാൾ ഭുങ്ക്തേ ഭുജിക്കുന്നു. ദേഹദ്രുമസ്ഥ ദേഹമാകുന്ന ആ ധ്രുവം ആ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിഷയഫലരസാൻ വിഷയമാകുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലരസങ്ങളെയൊക്കെ ഒരാൾ ഭുജിക്കുന്നു. നാപരോ നിർവ്യഥാത്മാ. എന്നാൽ മറ്റേ ആളാണെങ്കിൽ ജീവൻ മുക്തി നേടിയ ആളാണെങ്കിൽ ഫലരസാൻ അങ്ങനെയുള്ള ഫലരസങ്ങളെയൊന്നും ഭുജിക്കുന്നില്ല. നിർവ്യഥ യാതൊരു വ്യഥയുമില്ല, ഫലരസങ്ങളും ഒന്നും ഭുജിക്കുന്നുമില്ല. അങ്ങനെ രണ്ട് ഭാവമാണ്. ജീവൻ മുക്തി നേടിക്കഴിഞ്ഞാൽ ഈ വിഷയ സുഖദുഃഖങ്ങൾ പ്രത്യേകം അനുഭവിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം ജീവൻ മുക്തി നേടാതെ ഇരിക്കുമ്പോൾ എല്ലാ ലൗകിക സുഖദുഃഖങ്ങളെയും നേടിക്കൊണ്ട് ജീവിക്കുന്നു. അത് ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അത് വേറെയും കഥകളുണ്ട്. ഇങ്ങനെ കഥകളിൽ വേറെ സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. രണ്ട് പക്ഷികൾ, ഒരു പക്ഷി വളരെയധികം എല്ലാ പഴങ്ങളുമൊക്കെ തിന്നു കഴിയുന്നു, മറ്റേ പക്ഷി മരത്തിൽ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ദ്വാസുപർണവും എന്നൊക്കെ പറഞ്ഞ് മന്ത്രമുണ്ട്. ജീവൻ മുക്തത്വമേവം വിധമിതി വചസാ കിം ഫലം ദൂരെ ദൂരേ തന്നാമാശുദ്ധബുദ്ധേർന്ന ജലഹു മനസ്സശോധനം ഭക്തി തോന്യത് തന്മേ വിഷ്ണു കൃഷിഷ്ഠസ്ത്വയി കൃതസകലപ്രർപ്പണം ഭക്തിഭാരം യേന സ്യാം മംക്ഷു കിഞ്ചിത് ഗുരുവചനമിളത്വത്പ്രബോധസ്തദാത്മാം. കഴിഞ്ഞ പദ്യത്തിലെ ജീവൻ മുക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ വീണ്ടും ഭട്ടതിരി പറയാണ് ജീവൻ മുക്തത്വം, ജീവൻ മുക്തി എന്നുള്ള ഇത് ഏവം വിധം ഇപ്രകാരമാണെന്നിതി വചസാകിം ഫലം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ ഫലം? അതുകൊണ്ടൊന്നും ഫലമില്ല. ദൂരെ അത് വളരെ ദൂരെ തന്നെയാണ്. തന്നാമ അശുദ്ധ ബുദ്ധേഹേ, തന്നാമ എന്ന് പറഞ്ഞാൽ അത് ശരിയായും അങ്ങനെ തന്നെയാണ്. അശുദ്ധ ബുദ്ധിയേഹേ എന്ന് പറഞ്ഞാൽ ശുദ്ധമല്ലാത്ത ബുദ്ധിയുള്ള ആളിന്. എന്നുവെച്ചാൽ ലഘു മനസ്സഹ ശോധനം, മനസ്സിൻ്റെ ശോധനം, മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് ഭക്തിതഃ അന്യത് ലഘുന, ഭക്തി ഒഴിച്ച് ലഘുവായിട്ടൊന്നും തന്നെയില്ല. ജീവൻ മുക്തത്വം നമുക്ക് ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ അത് വേണം എന്ന് വിചാരിച്ച് അങ്ങനെ കണ്ട് എത്തേണ്ടതല്ല. പിന്നെ അത് ഭക്തിയിൽ നിന്നും ലഭിക്കേണ്ടതാണ്. ഭക്തി ഉള്ള ബുദ്ധി വരുമ്പോഴാണ് ജീവൻ മുക്തത്വം ഉണ്ടാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്മേ വിഷ്ണു അല്ലയോ വിഷ്ണു, അതുകൊണ്ട് എനിക്ക് കൃഷിഷ്ഠാഹ ഭക്തിഭാരം കൃഷിഷ്ഠാഹ എന്ന് പറയും. എനിക്ക് ഭക്തിഭാരത്തെ ചെയ്താലും തൊയ് കൃതസകല പ്രാർപ്പണമായ ഭക്തിഭാരത്തെ എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്ന ആ ഭക്തിഭാരത്തെ നീ ചെയ്താലും ഏനസ്യാം യാതൊന്നുകൊണ്ട് ഉണ്ടാകുന്നു മംക്ഷു പെട്ടെന്ന് തന്നെ കിഞ്ചിത് ഗുരുവചനമിളത്വത് പ്രബോധസ്തദാത്മാ. അതോടുകൂടി തന്നെ എനിക്ക് ഗുരുവചനമിളത് ഗുരുവചനം കൊണ്ട് ചേർന്ന ആ ഭക്തിഭാവം ത്വത്പ്രബോധ ഗുരുവചനമിളത്വത്പ്രബോധ ആ ഗുരുവചനത്തിൽ നിന്നും ആ ബോധവും ഉണ്ടാകുന്നല്ലോ. അങ്ങനെ ഞാൻ ത്വദാത്മാസ്യാം നിന്നിൽ ലയിച്ച ആത്മാവോടുകൂടിയവനായിട്ട് ഞാൻ ആയിത്തീരാം. ശബ്ദബ്രഹ്മണ്യപീഹ പ്രേതിതമനസസ്ത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാരാः സച്ചിത് സാന്ദ്രം ച രൂപം തോന്ന നിഗദിതം താം നവാചം പ്രിയാസം. ഇവിടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുകയാണ്. ശാസ്ത്രങ്ങൾ യോഗശാസ്ത്രമുണ്ട്, വേദാന്തം തുടങ്ങിയ ശാസ്ത്രങ്ങളുണ്ട്, സാഖ്യശാസ്ത്രം. അതിൽ പറയുന്നത് അങ്ങയുടെ കഥകളൊന്നും ഈ ശാസ്ത്രകാരന്മാർ കഥകളൊന്നും പറയുന്നില്ലല്ലോ. അവതാര കഥകളൊന്നും ഈ വേദാന്തത്തിൻ്റെ കൂടെ പറയാറില്ല, അല്ലെങ്കിൽ സാഖ്യത്തിൻ്റെ കൂടെ പറയാറില്ല അധികം. അങ്ങനെ ഉള്ള ശാസ്ത്രം ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയും. ആ കപിലവന് തന്നെ അമ്മയോട് പറയുന്നത് സാഖ്യയോഗം പറഞ്ഞ് തുടങ്ങുമ്പോഴും പറയും, പിന്നെ പറഞ്ഞ ഉപദേശം കഴിയുമ്പോഴും പറയും ഇതെല്ലാം ഭക്തിയിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീശങ്കരാചാര്യ സ്വാമികളും അദ്വൈതമൊക്കെ വേദാന്തമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം എപ്പോഴും പറയുന്നതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ഉപദേശം. അപ്പോൾ ഭട്ടതിരിയും പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ ആ ശാസ്ത്രഭാവം ഞാൻ കണക്കാക്കുന്നില്ല, അതിലെ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി ഭാവത്തിലാണ് എനിക്ക് വിശ്വാസം എന്നാണ്. ശബ്ദബ്രഹ്മണി, ശബ്ദബ്രഹ്മം, അതിൽ
ഇഹ പ്രയതിത മനസ്സഹ, അതിൽ മനസ്സ് വെച്ചവർ, അതിൽ പ്രയത്നിക്കുന്ന മനസ്സോടുകൂടിയവരായിട്ട് അവരെ ത്വാം ന ജാനന്തി, അവർ പക്ഷേ അങ്ങേ അറിയുന്നില്ല. അതാണ് ആ ശാസ്ത്രം അന്വേഷിച്ചിങ്ങനെ പോകുന്നതേ ഉള്ളൂ. കഷ്ടം വന്ധ്യശ്രമാഹ, അവർ വന്ധ്യശ്രമം എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാത്ത ശ്രമത്തോടു കൂടിയവരാണ് അവർ. ചിരതരം ഇഹ, വളരെക്കാലം ഗാംബിഭ്രതി, അവരെ നിഷ്പ്രസൂതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടാകാത്ത ഒരു പശുവിനെ നമ്മൾ പാലിന് വേണ്ടിയാണല്ലോ, പക്ഷേ പ്രസവിക്കാത്ത പശുവിനെ കൊണ്ടുപോയ പ്രയോജനമില്ല. അതുപോലെയാണ് ഇവർ. അങ്ങനെയുള്ള ഭക്തി ഇല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. യസ്യാം, യാതൊരു ശാസ്ത്രത്തിൽ വിശ്വാഭിരാമങ്ങളായ സകല മലഹരം, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ദിവ്യലീലാവതാരാഹ, അങ്ങനെയുള്ള ദിവ്യലീലാവതാരങ്ങൾ യാതൊന്നിലില്ല. അതുകൊണ്ട് സച്ചിത്സാന്ദ്രഞ്ച രൂപം, അങ്ങയുടെ സച്ചിത്സാന്ദ്രമായ രൂപവുമില്ല അവിടെ എങ്ങും. തവ നദിഗതിതം, അവിടെ പറയപ്പെട്ടിട്ടില്ല. താം നവാചം പ്രിയാസം, താം വാചം, ആ വാക്കിനെ എന്ന് പറഞ്ഞാൽ അതിലെ ശാസ്ത്രത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല, അതാണ് പ്രിയാസം. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവ അവഗച്ഛാമി ഭൂമന്നേവം ജാനന്യഭാവസ്ത്വദനുഭജനമേ വദ്രി ചൈദ്യവൈരിൻ തുല്യജ്ഞാനം തുദംഘ്രിപ്രിയജനസദസാം ദർശനസ്പർശനാദിർ ഭൂയാന്മേ ത്വത്പ്രപൂജ നദിനുതി ഗുണകർമാനുകീർത്യാദരോപി. പിന്നെ എനിക്കെന്താ ഒക്കുന്നത് എന്നാണ് പിന്നെ പറയുന്നത്. യോ അങ്ങ് ആരാണ്, യാവാൻ എത്രത്തോളം ഉള്ളയാളാണ്, യാദൃശ എങ്ങനെയിരിക്കും, വാ ത്വമിതി എന്ന് കിമവി നൈവാവഗച്ഛാമി, ഞാനൊന്നും തന്നെ അറിയുന്നില്ല. അപ്പം ഭഗവാന്റെ ഭട്ടതിരി ഗുരുവായൂരപ്പനോട് പറയുന്നത് ഈ സകല രൂപത്തെക്കുറിച്ചല്ല, നിഷ്കള രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങയുടെ ആ നിഷ്കളരൂപം എനിക്ക് അറിയാൻ വയ്യ, അതാണ് പറയുന്നത്. അവഗച്ഛാമി എന്ന് പറഞ്ഞാൽ അറിയുന്നു, അവഗച്ഛാമി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല ഭൂമൻ. ഏവഞ്ച അനന്യഭാവ തദനുഭജനമേ വദ്രിയെ, അനന്യഭാവൻ, ഞാൻ മറ്റ് ഒന്നും ചിന്തിക്കാതെ തൊതനുഭജനമേവ, അങ്ങേ ഭജിക്കാൻ മാത്രം തീരുമാനിച്ചു. ഇനിയും അതിരെ അല്ലയോ ചൈദ്യവീര്യൻ, ചൈദ്യവീര്യൻ വരുമ്പോൾ ചൈദ്യൻ ശിശുപാലനെ വധിച്ച കൃഷ്ണനാണല്ലോ. അപ്പം ഞാൻ ആ നിഷ്കള ബ്രഹ്മത്തിൽ നിന്ന് ആ ഉപാസന ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ സകല സ്വരൂപനായ അങ്ങയെ തന്നെ ഭജിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിരിയെ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നു. തുല്യജ്ഞാനം, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം, തുല്യജ്ഞാനം, നിൻ്റെ അടയാളങ്ങൾ, നിൻ്റെ ഭക്തിയുടെ അടയാളങ്ങളുള്ള തുദംഘ്രി പ്രിയജനം സദസാം, നിൻ്റെ പാദങ്ങളിൽ പ്രിയപ്പെട്ട ആൾക്കാരുടെ ദർശന സ്പർശനാദിർ ഭൂയാന്മേ, അവരെ കാണണം എനിക്ക്, അവരുമായിട്ടുള്ള അടുപ്പം, സ്പർശനം തുടങ്ങിയവകൾ ഭൂയാന്മേ എനിക്കുണ്ടാകട്ടെ. പിന്നെ തുൽപ്രപൂജ നദി ഗുണകർമാനുകീർത്യാദരോപി, നിൻ്റെ പൂജ, നദി നമസ്കാരം, നുതി സ്തുതി, ഗുണകർമാനുകീർത്തനം, നിൻ്റെ ഗുണകർമ്മങ്ങളെയൊക്കെ കീർത്തിക്കുക, ആദരഹ, അതും എനിക്കുണ്ടാകണേ. യദ്യല്ലഭ്യേതത്തവ സമുപഹൃതം ദേവ ദാസോസ്മി തേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹു കർമ്മനിർമായമേവ സൂര്യാഗ്നിബ്രഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതം അഭിഷ്യന്തതാം ഭക്തിയോഗ. ഇവിടെയും ഭക്തിയോഗം ആണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതാ പറയുന്നത്. യദ്യൽ ലഭ്യത, യാതൊന്ന് ലഭിക്കും. തത്തവ, അവയെല്ലാം നിനക്കുള്ള സമുപഹൃതമാണ്. ദേഹം എന്ന് പറഞ്ഞാൽ നീ സ്ഥിരിക്കുന്ന നിൻ്റെ മന്ദിരം, അതെല്ലാം തൂത്തുർത്തിയേക്ക, ഉന്മാർജനം തുടങ്ങിയവ ഭവതുമമ എനിക്കുണ്ടാകട്ടെ. മുഹു, വീണ്ടും എനിക്കങ്ങനെ സാന്നിധ്യമാണ് ആവശ്യം. കർമ്മ നിർമ്മായമേവ, അങ്ങനെയുള്ള കർമ്മം, നിർമ്മായം, യാതൊരു മായവുമില്ലാത്ത ആത്മാർത്ഥതയോടുകൂടിയുള്ള കർമ്മമാണ് എനിക്ക് വേണ്ടത്. സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു, അങ്ങനെ വരുമ്പോൾ എനിക്ക് സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, രാവിലെ എനിക്ക് സന്ധ്യാവന്ദനത്തിന് പോവാം, അഗ്നിചയനം ചെയ്യാം, ബ്രാഹ്മണരെ അവരുമായിട്ട് എനിക്ക് സമ്പർക്കം കിട്ടും. ഭക്തരെന്നുള്ള നിലയിലാണ്. ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയെ, അവരിൽ കൂടി ലസിത ചതുർബാഹുവായ അങ്ങയെ ഞാൻ ആരാധിക്കാം. അവരുടെ ഉപാസന, അവരെ സേവിക്കുക. ഭക്തന്മാരെ സേവിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ്
ത്വത്പ്രേമാർദ്രത്വരൂപോ നിൻ്റെ പ്രേമാർദ്രത്വ സ്വഭാവത്തോടുകൂടിയ ഭക്തിയോഗം മമ സതതം അഭിഷ്യന്തതാം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ഐക്യം തേ ദാനഹോമൗ വ്രതനിയമ തപസ്സാഖ്യയോഗൈർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യഃ കില സുഹൃതിതമാഃ പ്രാപുരാനന്ദസന്ദ്രം ഭക്തേഷ്വന്യേഷു ഭൂയസ്വവേ ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവതാലേശാം. അതേ ഐക്യം, നീയുമായിട്ടുള്ള ഐക്യം, നിന്നിൽ ലയിക്കുന്നത് ദാനം, ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യയോഗം. യോഗൈഹി സാഖ്യം, യോഗം, ശാസ്ത്രമുണ്ടല്ലോ, അവകളെ കൊണ്ടൊക്കെ ദുരാപമാണ്, പ്രാപിക്കാൻ സാധിക്കാത്തതെന്ന് പറയാം. ദുരാപം എന്ന് പറഞ്ഞാൽ ദുഃഖേന പ്രാപ്തം, വളരെ ദുഃഖമായിട്ട് ചിലപ്പോൾ ദുഃഖത്തോടു കൂടി സഹിച്ച് പ്രാപിക്കാമായിരിക്കും, പക്ഷേ അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ പിന്നെ എന്നാൽ പിന്നെയോ സുഹൃതിതമാഹ ഗോപ്യ ഗോപിമാർ ത്വത്സംഗേനൈവ നിന്നിലുള്ള ഭക്തി കൊണ്ട് മാത്രം അത് അവർക്ക് കിട്ടുകയും ചെയ്തു. ഗോപ്യ കില സുഹൃതിതമാഹ അവർ ഭാഗ്യശാലികളാണ്. പ്രാപുഹു അവർ പ്രാപിച്ചു ആനന്ദസാന്ദ്രം, സാന്ദ്രാനന്ദ സ്വരൂപനായ അങ്ങയിൽ അവർ ലയിച്ചു എന്നർത്ഥം. ഭക്തേഷ്വന്യേഷു ഭൂയസ്വവി ബഹുമനുഷ്യയെ അന്യേഷു ഭക്തേഷു മറ്റുള്ള ഭക്തന്മാരിൽ ഭൂയസ്സു വളരെ ആൾക്കാരുണ്ടല്ലോ, അവരിലെല്ലാം. അപ്പോൾ ഈ ബഹുമനുഷ്യയെ നീ ബഹുമാനിക്കുന്നത് ആസാം ഭക്തിമേവ ഇവരുടെ ഭക്തിയെ തന്നെയാണ്. തന്മേ അതുകൊണ്ട് ത്വദ്ഭക്തിമേവ ദൃഢയ ത്വദ്ഭക്തിയെ നിൻ്റെ ഭക്തിയെ തന്നെ എന്നിൽ ദൃഢമാക്കണേ. ഹരഗദാൻ എല്ലാ രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കണേ കൃഷ്ണ. അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ, വദാലേശ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.